മുട്ടായി അല്ല ഇത് ഒലിച്ച മുട്ടായി ആക്കാൻ വേണ്ടി കേട്ടാ. ഒലിച്ച മുട്ടായി ആയാ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 4-5 ആളും കൂടിയിട്ട് ഒരു ഒലിച്ച മുട്ടായി ആക്കാൻ നോക്കലാന്ന്. പിന്നെ അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആദ്യം മാങ്ങ പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം എടുക്കണം. അപ്പോൾ മാങ്ങ പിഴിഞ്ഞ് വെള്ളം എടുത്തതിന് ശേഷം അരിക്കണം. അരിച്ച് ഒലിച്ച മുട്ടായി ഇതല്ലേ ഒലിച്ച മുട്ടായി അതൊന്ന് ഒലിച്ച മുട്ടായി കേട്ടാ. നമുക്ക് ഒലിച്ച മുട്ടായി ആക്കണ്ടേ. ഇത് മാങ്ങേൻ്റെ വെള്ളമാണ്. ഇതിനി അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ മാങ്ങേൻ്റെ വെള്ളം പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചു. കുറച്ച് സമയം എടുക്കും. അപ്പോൾ വെല്ലം ഇടട്ടെ. നിനക്ക് ഒലിച്ച മുട്ടായി വേണ്ടേ? ഒലിച്ച മുട്ടായി വേണ്ടേ? ഇത്ര ഇടട്ടെ, നോക്കിയിട്ട് വൈകിടാം. ബെല്ലം അപ്പൊ ഇതിങ്ങനെ ഒലിച്ച മുട്ടായിയാണ് ആക്കുന്നത്. നിങ്ങൾക്കെല്ലാം തരാൻ കേട്ടാ. ആക്കട്ടെ. അപ്പോൾ ഞാനിത് ആക്കി നോക്കലാന്നേ. അപ്പോൾ കുറച്ച് കൊല്ലം മുമ്പേ ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട് തിന്നലുണ്ട്. അതെല്ലാം മറന്നുപോയി. അപ്പോൾ ഇത് ആക്കി നോക്കലാന്ന്. അതൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. അത് വെല്ലം അത് നമുക്ക് വേണമെങ്കിൽ ഇടണം. കുറച്ചും കൂടി വേണമെങ്കിൽ എനിക്ക് തരും കേട്ടാ. എനിക്ക് ആക്കി നോക്കാം കേട്ടാ. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസുമ്മലാണ് ആദ്യം വെച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസുമ്മൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സമയം വേണം ഇത് പതച്ച് കുറുകി വരണമെങ്കിൽ. അപ്പോൾ അപ്പാട് തന്നെ ഞാനത് അടുപ്പത്തേക്ക് മാറ്റുക ചെയ്തത്. അപ്പോൾ ഒരുപാട് സമയം കുറുകേണ്ടത് കൊണ്ട് നമ്മൾ കുട്ടികൾക്കെല്ലാം വേണ്ടുന്നതുകൊണ്ട് കുറച്ചധികം എടുത്തിന്. മാങ്ങേൻ്റെ നീരും വെല്ലം എല്ലാം കൂടി കുറച്ചധികം എടുത്തിന്. അപ്പോൾ നല്ലോണം കുറുകിയിട്ട് ആകണം അത്ര. അപ്പം നമ്മൾ മുമ്പെല്ലാം ആക്കുമ്പോൾ ഇത്രയൊന്നും എടുക്കില്ല, കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഇത് പിന്നെ കുട്ടികൾ ഇപ്പം അവർക്കിനി ഇതിന് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെവിടെയെങ്കിലും വെച്ചാലേ അവർക്ക് പിന്നെ ഇതിന് ഓരോന്നോരോന്ന് വിരലും തുറക്കലും കൊണ്ടുപോകലും അങ്ങനെ അവർ തിന്നോളൂല്ല. അപ്പോൾ നല്ല രീതിയിലായാലേ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ നല്ല മുട്ടായി അല്ലേ. നമ്മൾ പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ഒലിച്ച മുട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാൻ പോകും. അണ്ടിയുള്ള സമയം അണ്ടി കൊണ്ട് കൊടുത്തിട്ടാണ് വാങ്ങുക. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മുട്ടായി. പണ്ടേ ഇഷ്ടമാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പീടികയിൽ കണ്ടാലും ഞാൻ വാങ്ങും ഈ മുട്ടായി. ഇതുപോലത്തെ ഉണ്ട് പീടികയിൽ, ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കുറുകി വരട്ട്. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്ന് കേട്ടോ. ഇത് ഒരുപാട് സമയമെടുത്ത് കുറുകാൻ വേണ്ടിയിട്ട്. കുറുകി ഇനി കുറച്ചും കൂടി കുറുകേ വേണ്ടു. അപ്പം ഞാൻ ഇനി കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കലാണ്. പശു നെയ്യ് ഒഴിച്ചിട്ട് ഇനി കുറച്ച് സമയം ഇങ്ങനെ കുറുകിയാൽ പിന്നെ തനിയെ അതിങ്ങനെ തണിയുമ്പോൾ ഉറച്ച് വരുവായ്യ. കുറച്ചും കൂടെ കുറുകിയിട്ടാകുമ്പോൾ ഉറച്ച് വരും. ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുക വേണ്ടത്. അപ്പോൾ ഇത് കുറേ സമയം നമ്മൾ ഗ്യാസുമ്മൽ വെച്ചതേനു. അപ്പോൾ ഒരുപാട് സമയം വേണ്ടുന്നതുകൊണ്ടാണ് ഞാൻ അപ്പോഴെ അടുപ്പത്തേക്ക് മാറ്റിയത്. ഒരുപാട് സമയം പതച്ചിങ്ങനെ കുറുകി വരണം വെല്ലവും ഇട്ടിട്ട്. അപ്പോൾ ഇത് കുറച്ചെല്ലാം ആക്കുന്നവരാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ചിലവർക്കെല്ലാം ഇത് അറിയപ്പം
പിന്നെ കുറച്ചെല്ലാം ആക്കുന്നവരാണെങ്കിൽ ഒരു 2 ഗ്ലാസ് പോലെ അണ്ടിമാങ്ങേൻ്റെ വെള്ളം എടുത്താൽ ഒരു 3-4 അണി വെല്ലം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം കുറുക്കുക. കുറുക്കി വന്നിട്ടാകുമ്പോൾ കുറച്ച് പശു നെയ്യ്, തേങ്ങയെല്ലാം ഇടുന്നവരുണ്ട്. പക്ഷെ തേങ്ങ ഇടുമ്പോൾ അത് നമ്മളിങ്ങനെ തിന്നുമ്പോൾ അത്ര ഒരു എരിവ് കിട്ടുന്നില്ല. അപ്പം ഞാനിപ്പം തേങ്ങയൊന്നും ഇടുന്നില്ല. തേങ്ങ ഇടാണ്ട് പശു നെയ്യ് മാത്രം. എന്നിട്ട് ഇത് കുറച്ച് തണിഞ്ഞിട്ടാകുമ്പം വേണം ഇത്. ഇപ്പം എന്ന് പറഞ്ഞാൽ തീ ഇട്ടുകൂടാ. തീ ഇടുമ്പോൾ തന്നെ ഇങ്ങ് പൊന്തി വരുന്നു, പതിച്ചിങ്ങ് പൊന്തി വരുന്നത്. അപ്പോൾ ഇതിന് വേറെ ഒന്നും ചേർക്കൊന്നും വേണ്ട. കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് പണിയെടുത്താൽ കുട്ടികൾക്ക് അന്ത്യോളം മുട്ടായി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ചെറിയ കുട്ടികൾക്കല്ലാന്നെങ്കിൽ ഇതങ്ങനെ വായിലിട്ട് കൊടുക്കരുത്, പൊടിച്ചിട്ടേ കൊടുക്കാത്തു. ഇതിന് അത്രയും ഉറപ്പുണ്ടാവും. ഒരു മുട്ടായി എടുത്ത് വായിലിട്ടാകുമ്പോൾ കുറേ സമയം അതും കൊണ്ട് ഇങ്ങനെ കളിക്കും. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആക്കുന്നവരുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടേ കൊടുക്കാത്തു. അപ്പോൾ ഇതിങ്ങനെ ആയി വന്ന് കുറച്ചും കൂടി വറ്റി വരാനുണ്ട്. അപ്പോൾ ഇത് നല്ല, നമുക്കെല്ലാം ഒരു നല്ല ഭയങ്കര ഇഷ്ടമാണിത്. മുമ്പെല്ലാം അച്ഛനമ്മയെല്ലാം പണിക്കെല്ലാം പോയിട്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾ കൂടി കാണാണ്ടാക്കും, അവരെ കാണാണ്ട്. എന്നിട്ടിങ്ങനെ അതൊന്നും വയ്യ. ഇപ്പം പിന്നെ ഇതിനെ മെനക്കെടാൻ മടിച്ചിട്ട് നമ്മൾ ചെയ്യാത്തതാണ്. അതിപ്പം പറ്റി വന്ന് അതിന് തനിയെ ഉറക്കും. ഒരുപാട് സമയം ആയത്. ഇപ്പം തീയൊന്നുമില്ല, ചെറിയ കനലേ ഉള്ളൂ അടുപ്പിൽ. നല്ലോണം ഇട്ടിട്ടാണ് അപ്പാടെ ഇതിങ്ങ് പൊന്തും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ആക്കേണ്ടത്. അണ്ടിമാങ്ങ എടുത്ത് കൊണ്ടുവരിക, കുറച്ച് പിഴിഞ്ഞ് വെള്ളം എടുക്കുക, 2-3-4 അണി വെല്ലം എടുത്തിടുക. ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കുറുക്കി കുറച്ച് പശു നെയ്യും ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കുറുകി. കുട്ടികളെയും നരുത്താക്കറ്. കുറച്ച് തണിയുമ്പോൾ ഇത് ഉരുട്ടാൻ കഴിയും നമുക്ക്. ഉരുട്ടിയിട്ട് കടലാസിൽ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. കുട്ടികളെടുത്ത് കൊണ്ടുപോവുക. നല്ലൊരു തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ആയി വന്നു കേട്ടോ. ഇനി ഇത് തനിയെ ഇങ്ങനെ ഉറക്കും. തണിയണല്ലോ, തണിഞ്ഞാലേ നമുക്ക് ഉരുട്ടാൻ കഴിയുള്ളൂ. അത് തനിയെ തണിയുമ്പോൾ ഇങ്ങനെ നല്ല ഉറച്ച് വരും. ഇങ്ങനെയായി. അപ്പം ഞാൻ തണിയാൻ വെച്ചിട്ടാണ് ഉള്ളത്. പാകത്തിനായി. അപ്പം ഇനി ഇങ്ങനെ തണിയുന്നതിന് അത് ഉറച്ച് വരും. എന്നിട്ട് വേണം കടലാസിൽ ഉരുട്ടി വെക്കാൻ. അപ്പോൾ ഉരുട്ടിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും എല്ലാം തരണോ? അതന്നെ. അപ്പോൾ എൻ്റെ മുട്ടായി റെഡിയായി കേട്ടാ. ഇതാ ഞാനിങ്ങനെ കടലാസെല്ലാം മുറിച്ച് കുറച്ച് തണിയണോ. നല്ല കൈക്ക് ചെറുങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ തൊട്ടാൽ മതി. കൈ കുറച്ച് തണിഞ്ഞതിന് ശേഷം ആദ്യം കുറച്ച് പശു നെയ്യ് ഒഴിക്കുക. കുറുകി വരുമ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഒഴിക്കുക. ഇതിങ്ങനെ ബാറാകുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നിട്ട് കുറച്ച് തണിയാൻ വെച്ച് ഉരുട്ടുമ്പം കൈക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലേശം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തൊടുക. അപ്പോൾ നല്ല മുട്ടായിയായി. അപ്പോൾ ഒന്ന് വായിലിട്ടാൽ നല്ല കുറേ സമയം ഇങ്ങനെ നുണച്ചിറക്കുക. നല്ല രസമാണ്, നല്ല രസമാണ്. അപ്പോൾ ഇതാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സബ്സ്ക്രൈബാണ് ചെയ്യേണ്ടത്. താങ്ക് യു.